ദേ ആർ ഓൺ ദ വിന്നിങ് സൈഡ് BJP. അവരിപ്പോൾ അതിൻ്റെ പേരിൽ അല്പം അഹങ്കരിക്കുന്നുണ്ടെങ്കിലും അതിൽ കുറ്റം കാണാൻ ഞാൻ തയ്യാറല്ല. ജനവികാരം ശ്രദ്ധയോടെ കേൾക്കുകയും അതിനെ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. LDF പരാജയപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇത്ര ദയനീയമായ പരാജയമുണ്ടാകും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതായിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ജഡ്ജാണ് പറയുന്നത്, ജാതി മത ചിന്തകൾക്ക് അതീതമായി എഴുതി വച്ചിട്ടുള്ള ഭരണഘടനയാണ്. CJP സമരവുമായി വന്നപ്പോൾ മുതൽ BJP ആരോപിച്ച ഒരു കാര്യം, വിദേശത്ത് നിന്ന് പണം വാങ്ങി രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയാണ് സമരക്കാർ തെരുവിൽ കിടക്കുന്നതെന്ന്. CJPയുടെ ആവശ്യം, ആദ്യത്തെ ആവശ്യം അവർ നടത്തി കഴിഞ്ഞു. CJPയുടെ ആവശ്യം BJP ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നാണെങ്കിൽ കോൺഗ്രസിന് കൈ കൊടുക്കാൻ CJP തയ്യാറാകുമോ? തയ്യാറാകണം. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇവർക്ക് ഇപ്പോൾ ദേ ആർ ഓൺ ദ വിന്നിങ് സൈഡ് BJP. അവരിപ്പോൾ അതിൻ്റെ പേരിൽ അല്പം അഹങ്കരിക്കുന്നുണ്ടെങ്കിലും അതിൽ കുറ്റം കാണാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ ഇഷ്യൂസൊക്കെ നിരവധി വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ്. അത് കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ ഭരണകാലഘട്ടത്തിലും ഇത്തരം ഇഷ്യൂസ് വളരെ ലൈവായിരുന്നു. പക്ഷെ ആ ലൈവ് ഇഷ്യൂസിനെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോ യുവജന പ്രസ്ഥാനങ്ങളോ തയ്യാറാക്കിയിരുന്നില്ല. പണ്ട് തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നപ്പോൾ AIYF എന്ന് പറയുന്ന CPIയുടെ ആ സംഘടന, തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന ഒരു മുദ്രാവാക്യം എന്നെ വളരെയധികം ആകർഷിച്ചൊരു മുദ്രാവാക്യമാണത്. അതെവിടെ പോയി? തൊഴിലുമില്ല, ജയിലും ഇല്ലാത്തൊരവസ്ഥയിൽ മാറി. കാരണം ഇത് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം ഈ രംഗത്തില്ല. അത് തന്നെയാണ് ഈ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള പേരിൽ ഡെമോക്രാറ്റിക്കും ഫലത്തിൽ അതോറിറ്റേറിയനുമായിട്ടുള്ള ഗവൺമെൻറ്റുകൾക്ക് സഹായമായിട്ടുള്ള നിലപാടുകളാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പ്രത്യയശാസ്ത്ര ഭേദമില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവരിനി കൂടിയാലും കൂടിയില്ലെങ്കിലും ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, BJP ആദ്യം മുതൽ ആരോപിക്കുന്നുണ്ടല്ലോ, വിദേശത്ത് നിന്ന് പണം വാങ്ങി ഇന്ത്യ ഒറ്റുകൊടുക്കാനാണ് CJPയിൽ അല്ലെങ്കിൽ യുവാക്കൾ ചെയ്യുന്നതെന്ന്. അതെല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതല്ലേ. ഇപ്പോൾ മൂലംപള്ളിയിൽ പിന്നെ കുടിയിറക്കി വിട്ടവർക്ക് അവർക്ക് വേണ്ടി ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ജനകീയ പ്രതിരോധ സമിതി ഉണ്ടാക്കി. ആ സമരരംഗത്ത് ജസ്റ്റിസ് കൃഷ്ണയ്യർ വരെ ഞങ്ങളോടൊപ്പം എല്ലാ പ്രഖ്യാപനങ്ങളിലും പരിപാടികളിലും പങ്കെടുത്തപ്പോൾ അന്ന് ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ അടുത്ത് VS അച്യുതാനന്ദൻ ധരിപ്പിച്ചത് അവിടുത്തെ സമരരംഗത്തുള്ളവരും മാവോയിസ്റ്റുകളാണ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ ഈ കളക്ടർക്ക് അറിയാം, ആ കളക്ടറെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉടനെ തന്നെ കൃഷ്ണയ്യരുടെ വീട്ടിൽ പോയി. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് സ്വാമി, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. സോ ഹി ഗോട്ട് അജിറ്റേറ്റഡ്. അപ്പം തന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞു. ആരെയാ? VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് VR കൃഷ്ണയ്യർ ബന്ധപ്പെടുന്നു. ഞങ്ങൾ ഇരുത്തിക്കൊണ്ട് ആ കൃഷ്ണയ്യരാന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും VS അച്യുതാനന്ദൻ എന്താണെന്ന് ചോദിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജില്ലാ കളക്ടറാണ്, നിങ്ങളുടെ കീഴിലുള്ള ജില്ലാ കളക്ടറാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരെ മാവോയിസ്റ്റുകളായി ചിത്രീകരിച്ചിട്ടുള്ളത്. അതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ നാളെ പത്രക്കാരെ വിളിച്ച് പറയും ഞാനും ഒരു മാവോയിസ്റ്റാണെന്ന്. വിതിൻ സെക്കൻഡ്സ് അച്യുതാനന്ദൻ്റെ മറുപടി വന്നു, ഞാൻ കളക്ടർ നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ കൃഷ്ണയ്യരുടെ വീട്ടിൽ വരുന്നു, സമസ്താപരാധം മാപ്പ് പറയുന്നു. മാപ്പ് പറഞ്ഞാൽ പോരാ, ആ പ്രസ്താവന പിൻവലിക്കണം. VS എന്നെ ഇത് ധരിപ്പിച്ചു എന്ന് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ VSനോട് വിളിച്ച് പറയണം. അങ്ങനെ അവിടെ നിന്ന് VSനെ പിന്നെ കളക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു. കൃഷ്ണയ്യരുടെ മറുപടി എന്തായിരുന്നു ചോദിച്ചു. കൃഷ്ണയ്യർ ഈസ് ഹാപ്പി എന്ന് പറഞ്ഞു. എന്നാൽ ആ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിയാനുണ്ടായത്. അപ്പം അങ്ങനെ ഈ വികാരം, ജനവികാരം ശ്രദ്ധയോടെ കേൾക്കുകയും അതിനെ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. ആ വിടവാര് നേതൃത്വം നേതാക്കന്മാരുടെ വിടവ് നേതാക്കാൻ നേതാക്കന്മാർക്ക് കഴിയാതെ ഒരു സാധാരണക്കാർ തന്നെ ചുമതല ഏറ്റെടുത്തു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഈ അഭിജിത്ത് GK അവിടെ നിന്ന്
ഇവിടെ വന്ന് ഇത്ര ആളുകൾ ഉണ്ടാക്കും ഞാൻ പ്രതീക്ഷിച്ചല്ല. അയാൾ എന്നെ തുറന്നു പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഇത്ര ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. മഹാരാഷ്ട്രയിൽ ആ ഒരു പെൺകുട്ടി ബസ് തടഞ്ഞു നിർത്തിയ രംഗം കണ്ടില്ലേ? വാസ്തവത്തിൽ ഈ പ്രായം ചെന്ന ആളുകൾക്ക്, നേതാക്കന്മാർക്ക് ആ രംഗങ്ങളെല്ലാം ഉത്തേജനം ആകേണ്ടതാണ്. അതായാൽ നല്ലത്. ആ പെൺകുട്ടി എന്തുകൊണ്ടുണ്ടോ അദ്ദേഹത്തിൽ നിന്ന് ആ വണ്ടി ഒന്ന് ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് വന്നാൽ ഷീ വിൽ ബി നോ മോർ. അപ്പം അങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ പോലും തയ്യാറായിട്ട് ഒരു വിഭാഗം യുവത രംഗത്ത് വന്നിട്ടുണ്ട്. അതിനങ്ങനെ ഈസി ആയിട്ട് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് യോജിച്ചേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അവരിൽ നിന്ന് നേതൃത്വം യുവതലമുറ ഏറ്റെടുക്കും. നേപ്പാളും ഒക്കെ അത്ര എളുപ്പത്തിൽ ആവർത്തിച്ചു വരില്ല. കാരണം ഇന്ത്യയുടെ സൈസും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നോക്കുമ്പോൾ അതുപോലൊരു വിപ്ലവം ജയിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ. പക്ഷേ അങ്ങനെ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ കഴിയും. ഭരണകക്ഷികൾക്ക് വലിയ ഭീഷണിയാവും. പിന്നെ കേരളത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണ്? ഞാൻ LDF പരാജയപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ ഇത്ര ദയനീയമായ പരാജയം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല. കാരണം ജനവികാരം അത്ര ശക്തമായിരുന്നു ഈ ഭരണകൂടത്തിൻ്റെ എതിരായിട്ട്. അപ്പോൾ ജനങ്ങൾ പഴയതുപോലെയല്ല. അവരുടെ പിന്നെ പ്രകടനം കൊണ്ടോ അവരുടെ പ്രവർത്തനം കൊണ്ടോ അവരുടെ വാക്കുകൾ കൊണ്ടോ ഒന്നും തന്നെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. നേതാക്കന്മാർക്ക് ഒട്ടും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ പരസ്പരവിരുദ്ധമായ പ്രസ്താവനകൾ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഡൽഹി. ഇപ്പോൾ സൂര്യകാന്ത് തന്നെ ഇപ്പോൾ ഒരുമാതിരി അപ്പോളജറ്റിക് മൂഡിലാണ്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റൊക്കെ കണ്ടില്ലേ? വിദ്യാർത്ഥികളെ, ക്രിമിനൽ കുറ്റവാളികളല്ലാത്തവരെ മുഴുവൻ വെറുതെ വിടണം, കേസ് ചാർജ് ചെയ്തത്, ഈ നിഷ്പക്ഷമായൊരു പബ്ലിക് എൻക്വയറി വേണം, ഔദ്യോഗിക എൻക്വയറി പോരാ എന്ന് സൂര്യകാന്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു കാഷ്വൽ റിമാർക്ക് നടത്തി. അത് തന്നെ ഒരു ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു റിമാർക്കാണ്. അതുണ്ടായി. പക്ഷേ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അബദ്ധം മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഭൂയൻ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാനിപ്പോൾ അത് എടുത്തു വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാതായിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജിയാണ് പറയുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമായി എഴുതി വച്ചിട്ടുള്ള ഭരണഘടനയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളുടെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ പഠിക്കാൻ വന്നു. ആ പഠിക്കാൻ വന്നപ്പോൾ അവർക്കൊരു വീട് വേണം. വീട് വാടകയ്ക്ക് ചോദിച്ചു, ചെന്നു, കൊടുക്കാമെന്ന് പറഞ്ഞു. പേര് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് തരില്ല. എന്താണ് കാര്യം? മുസ്ലിമാണ്. ഈ ബോയൻ തന്നെ പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം തന്നെ വേറൊരു അനുഭവം കൂടെ പറഞ്ഞു. അത് പിന്നെ ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. ഒറീസയിൽ ഒരു ഹരിജൻ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് കുക്കായിട്ടൊരാളെ നിയമിച്ചു. ആ ഹോസ്റ്റലിൽ മറ്റു കുട്ടികളുമുണ്ട്, അപ്പർ കാസ്റ്റിലെ ആളുകളുമുണ്ട്. ഈ ഹരിജൻ കുക്കിനെ വെച്ചതിൽ അവിടുത്തെ അപ്പർ കാസ്റ്റ് സ്റ്റുഡൻസിന്, ഓക്യുപ്പൻസിന് എതിർപ്പ്. അവസാനം ഷീ ഹാഡ് ടു ബി സെൻഡ് അവേ, ദാറ്റ് കുക്ക് ഹാഡ് ടു ബി സെൻഡ് അവേ. ഇതും ഇന്ത്യയിലാണ് നടക്കുന്നത്, ഒറീസയിൽ. ഇതും ഒരു ജഡ്ജാണ് വിളിച്ചു പറയുന്നത്. അപ്പം ഇപ്പോൾ കോടതിയെയും ജഡ്ജിമാരെയും വിശ്വസിക്കേണ്ട ഒരു ഗതികേടിലാണ് ഫലത്തിൽ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് ഭേദമില്ലാതെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ പോക്ക് ഒരിക്കലും അറിയില്ല. കുന്തവും കുടച്ചക്രവും പറയുന്ന മന്ത്രിമാർ അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനമില്ലേ കേരളം, ഇടതുപക്ഷ ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ. അപ്പോൾ അവർക്ക് ശിക്ഷയില്ല.